പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ കുൽഗാം ജില്ലയിലെ മലനിരകളിൽ ഉണ്ട് എന്ന് സുരക്ഷാ സേന. പ്രത്യേക ദൗത്യസംഘം പ്രദേശം വളഞ്ഞു. ഭീകരരെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണമെന്ന് സൈന്യത്തിന് പ്രത്യേക നിർദ്ദേശവും നൽകിയിരുന്നു. അതിനിടെ തുടർച്ചയായ 6ാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവെപ്പ്. ഭാരതം ശക്തമായി തിരിച്ചടിക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ജമ്മു കാശ്മീരിൽ നിന്ന് ചേരുന്നു. നന്ദഗോപൻ, ഭീകരവാദികൾ എവിടെയാണ് എന്ന് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. അത് അവർ ഏത് മേഖലയിൽ, ഏത് കാട്ടിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്, എവിടെയാണ് അവർ ഇപ്പോൾ തങ്ങുന്നത് എന്നുള്ള വിവരം സൈന്യത്തിൽ ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം ജീവനോടെ ഇവരെ പിടികൂടുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവരെല്ലാം ചാവേറുകളാണ്. അതുകൊണ്ട് പിടികൂടുന്ന സാഹചര്യം വന്നാൽ ഇവർ സ്വയം ജീവൻ നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജീവനോടെ ഇവരെ പിടികൂടുക എന്നുള്ള വളരെ ശ്രമകരമായ ദൗത്യത്തിലേക്ക് സൈന്യം കടക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം അതിർത്തിയിൽ വളരെ ശക്തമായി തുടരുന്നുമുണ്ട്. അപ്പോൾ അതിർത്തിയിൽ നമ്മൾ സുരക്ഷ ശക്തമാക്കണം. അതേപോലെ തന്നെ ഈ തീവ്രവാദികളെ ജീവനോടെ പിടികൂടുകയും വേണം. ഇത്തരത്തിലുള്ള വളരെ സമ്മിശ്രമായ അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ നീക്കമല്ലേ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നന്ദഗോപൻ. വിനോദ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുൽഗാമിലാണ്. കുൽഗാം മലനിരകൾ ഇതിനപ്പുറമാണ്. ഈ കാട് കടന്നാലാണ് ആ മലനിരകൾ കാണുക. ഈ കാടിനപ്പുറത്തേക്കാണ് ഇപ്പോൾ ഈ സെർച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് ജമ്മു കാശ്മീർ പോലീസിൻ്റെ കമാൻഡോ സംഘം, അതേപോലെ തന്നെ CRPFൻ്റെ കമാൻഡോ സംഘം, ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ സൈന്യം ചേർന്ന പ്രത്യേക ദൗത്യ സംഘമാണ് ഇപ്പോൾ ഈ തീവ്രവാദികളെ പിടികൂടുന്ന ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെഹൽഗാമിൽ 26 പേരെ കുരുതിക്ക് കൊടുത്ത തീവ്രവാദികൾ, ആ തീവ്രവാദികൾ അവിടെ നിന്നും ഈ വിവിധ മേഖലയിലേക്ക് കടന്നിരിക്കാമെന്നുള്ളതായിരുന്നു പ്രധാനമായും സൈന്യത്തിനും മറ്റും ലഭിച്ചിരുന്ന വിവരങ്ങൾ. എന്നാൽ ഇവർ ഒരുമിച്ച് തന്നെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ അവിടെ നിന്നും അനന്തനാഗ് മേഖലയിലേക്ക്, അതായത് പെഹൽഗാം അക്രമത്തിന് ശേഷം അവർ അനന്തനാഗിലേക്ക് കടക്കുകയും അവിടെ നിന്നും ത്രാൽ മേഖലയിലേക്ക് കടക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ത്രാലിൽ അവർ ഒരു ഗ്രാമത്തിലെത്തിയിരുന്നു. ആ ഗ്രാമത്തിൽ ഗ്രാമനിവാസികൾ അറിയിച്ചതനുസരിച്ച് അവിടെ ഫോഴ്സ് ആ മേഖലയിലേക്ക് എത്തിയപ്പോഴേക്കും അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ വീണ്ടും അനന്തനാഗ് മേഖലയിലെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ കുൽഗാം ജില്ലയിലെ മലനിരകളിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മലനിരകൾക്ക് സമീപമാണ്. ഓപ്പറേഷനുകൾ ആ മേഖലയിൽ, സെർച്ചിങ് ഓപ്പറേഷനുകൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ മേഖലകളിലായിട്ട് നടക്കുകയാണ്. എനിക്ക് മുമ്പിലും പിന്നിലുമായി ഈ സൈന്യത്തിൻ്റെ പ്രത്യേക ദൗത്യ സംഘമുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഈ ഓപ്പറേഷനുകളുടെ ദൃശ്യങ്ങൾ പുറത്തു നൽകരുതെന്നുള്ള കർശനമായ നിർദ്ദേശം ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ നിന്ന് നൽകിയത് പ്രകാരമാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ നൽകാൻ കഴിയാത്തത്. അതേസമയം അല്പം മുമ്പാണ് ഈ പ്രത്യേക ദൗത്യസംഘം ഈ പാതയിലൂടെ ഈ വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. കൃത്യമായ സെർച്ചിങ് ഓപ്പറേഷൻ വിവിധ മേഖലകളിലായിട്ട് നടക്കുകയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ കാടിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ ആ ഒരു പാതയിലേക്ക് പ്രത്യേക ദൗത്യസംഘം അല്പം മുമ്പാണ് ഇവിടെ നിന്നും കടന്നുപോയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ ഭീകരവാദികളെ പിടികൂടുക, അത് ജീവനോടുകൂടി തന്നെ വേണമെന്നുള്ളതാണ് പ്രധാനമായും ഈ ദൗത്യ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് ഈ 2 ദിവസം മുമ്പ് ഈ അനന്തനാഗ് മേഖലയിൽ വെച്ചിട്ട് ഈ പ്രത്യേക ദൗത്യ സംഘം ഇവരുടെ അടുത്തേക്ക് എത്തുകയും ഇവരുമായി ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടത്തുകയും ഉണ്ടായി. എന്നാൽ ജീവനോടുകൂടി പിടികൂടണമെന്നുള്ള കർശനമായ നിർദ്ദേശം. കാര്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ നൽകണമെങ്കിൽ ഇവരെ ജീവനോടുകൂടി പിടികൂടുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ജീവനോടുകൂടി പിടികൂടുക എന്നുള്ളത് ഈ പ്രത്യേക ദൗത്യ സംഘത്തിനൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല, ഇവരുടെ പക്കൽ നാവിഗേഷൻ, മോസ്റ്റ് മോഡേൺ നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് ആണ്. അതും ചൈനീസ് നിർമ്മിത നാവിഗേഷണൽ എക്യുപ്മെന്റ്സ് ഇവരുടെ പക്കമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 7 ദിവസം അവർ ഇത്രയും ദൂരം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ നാവിഗേഷണൽ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഈ കുൽഗാം മലനിരകളിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൗത്യസംഘം നിന്നും ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം വരും മണിക്കൂറുകളിൽ തന്നെ അവരെ പിടികൂടാൻ സാധിച്ചേക്കുമെന്നാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ അവരെ കൊന്നുകളയാനുള്ള ഒരു ദൗത്യമല്ല ഏറ്റെടുത്തിരിക്കുന്നത്, മറിച്ച് അവരെ ജീവനോടുകൂടി പിടികൂടി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഭീകരവാദ
വാദത്തിന് തെളിവുകൾ നൽകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അത് അവരെ കൊന്നുകളയാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന് മുമ്പേ തന്നെ ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് അത് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അങ്ങനെ കൊന്നുകളയേണ്ടവരല്ല. അവർ കൃത്യമായി അവരെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ മുഖം വ്യക്തമാക്കുന്ന രീതിയിൽ അവരെ നിർത്തണമെന്നുള്ളതാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. ആ ദൗത്യവുമായി ഇപ്പോൾ ദൗത്യസംഘം ഈ കാട് കടന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ കാടിനപ്പുറം വലിയ മലനിരകളാണ്. ആ മലനിരകളിലാണ് ഇപ്പോൾ സെർച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നത്. ഈ അല്പസമയം മുമ്പ് ഒരു വെടിയൊച്ച കേട്ടു. എന്താണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഏറ്റുമുട്ടലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമാണോ? ഏതായാലും ഒരു വെടിയൊച്ച അല്പം സമയം മുമ്പ് നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. വളരെ വളരെ ആക്റ്റീവായി രാവും പകലും അത്ര ഭേദമില്ലാതെ തന്നെയുള്ള സെർച്ചിങ് ഓപ്പറേഷനുകളാണ് നടക്കുന്നത്. അതേസമയം തന്നെ അതിർത്തി മേഖലയിൽ ഇപ്പോൾ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അല്പസമയം മുമ്പും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനപരമായ വെടി ഉതിർക്കുകയുണ്ടായി. അതായത് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. കഴിഞ്ഞ 6 ദിവസം കൊണ്ട് 51 തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. നൌഷേര, അതേപോലെ തന്നെ സുന്ദർബനി, അതേപോലെ തന്നെ അഹ്നൂർ സെക്ടറുകളിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായ രീതിയിൽ ഇതേപോലെ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചിരുന്നു. ശക്തമായ രീതിയിൽ തന്നെ BSFും തിരിച്ചടിച്ചിട്ടുണ്ട്. അവർ ചെറിയ തോക്ക് ഉപയോഗിച്ച് ഇവിടേക്ക് ഭാരതത്തിന്റെ പോസ്റ്റിലേക്ക് വെടിയുതിർക്കുമ്പോൾ വലിയ തോക്ക് ഉപയോഗിച്ച് ഭാരതം BSF കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അല്പസമയം മുമ്പും വിവിധ മേഖലകളിൽ സമാനമായ രീതിയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും എന്തിനും തയ്യാറായി ഭാരതത്തിന്റെ സൈന്യം അതിർത്തി മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. സൈന്യം മാത്രമല്ല, ഭാരതത്തിന്റെ വ്യോമസേനയാണേലും നാവികസേനയാണേലും എന്തിനും സജ്ജമായി സുസജ്ജമായി തന്നെ ഈ അതിർത്തി മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരുപക്ഷെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് ഉള്ള മൂവ്മെന്റ്സ് നോർത്തേൺ കമാൻഡ് നൽകുമെന്നുള്ളതാണ്. ഈ ജമ്മു കാശ്മീർ മേഖലകളുടെ അതിർത്തി കാക്കുന്നത് നോർത്തേൺ കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ റൈഫിൾസ്, അതായത് വളരെ നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗത്തിൽ തന്നെ വലിയ ധീരന്മാർ നിലനിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് രാഷ്ട്രീയ റൈഫിൾസ് ഇതിനോടകം തന്നെ ഈ മേഖലകളിലേക്ക് കൂടുതലായി വിന്യസിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഈ മേഖലകളിലൊക്കെ തന്നെ കർശനമായ സുരക്ഷാ സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്, വളരെയധികം നന്ദി നന്ദഗോപൻ. കുൽഗാമിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നന്ദഗോപൻ നമുക്ക് പങ്കുവച്ചത്. അവിടെ നിന്നുള്ള വിവരങ്ങളും സൈന്യം കടന്നുപോയ വഴികൾ, അങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിനപ്പുറം വലിയ മലനിര, ആ മലനിരകളിലാണ് തീവ്രവാദികൾ ഒളിഞ്ഞ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് സൈന്യം നീങ്ങിയിരിക്കുന്നു. ആ മലമേഖലയിൽ നിന്നും അല്പസമയം മുമ്പ് വെടിയുച്ച കേട്ടതിൻ്റെ സാക്ഷ്യം കൂടി നന്ദഗോപൻ രേഖപ്പെടുത്തുന്നുണ്ട്. തത്സമയ വിവരങ്ങളാണ് നന്ദൻ പങ്കുവച്ചത്. പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ്. എന്നാൽ തീവ്രവാദികളെ ജീവനോടെ പിടികൂടാനുള്ള ശ്രമങ്ങളുമായി ഭാരത സൈന്യം മുന്നോട്ട് തന്നെ നീങ്ങുന്നു എന്നുള്ള വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നന്ദഗോപൻ അവിടെ നിന്നും പങ്കുവച്ചത്.